ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു മിനി വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്, ഒരു ഇഫ്താർ മിനി വ്ളോഗ്. അപ്പോൾ വൈകുന്നേരം 4 മണിക്ക് ശേഷമാണ് പതിവ് പോലെ കിച്ചണിൽ കയറിയത്. അങ്ങനെ എണ്ണയൊക്കെ അതിൻ്റേതായിട്ടുള്ള ബോട്ടിലൊക്കെ ഒഴിച്ചു വെച്ചു. പിന്നെ രാത്രിയുള്ള ഭക്ഷണത്തിൻ്റെ കട്ടിങ്സൊക്കെ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് എഗ് പോള. അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. വൈകുന്നേരം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ വലിയ ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെറിയതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പരീക്ഷിച്ച് നോക്കും, അതാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ പരീക്ഷിച്ച് നോക്കിയ കൂട്ടത്തിൽ ഒരെണ്ണമാണ് ഈ എഗ് പോള. അങ്ങനെ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴയുടെ ശബ്ദവും പിന്നെ എൻ്റെ ഈ കുക്കിംഗ് കൂടെ ആകുമ്പോഴത്തേക്കും നല്ലൊരു വൈബായിരുന്നു. അപ്പോൾ വീടൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി. നല്ല പൊടി ഉണ്ടായിരുന്നു, പൊടിക്കാറ്റൊക്കെയാണ് വീട്ടിൽ. അപ്പോൾ അങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനോടൊപ്പം മഴയും കൂടെ പെയ്തപ്പോഴത്തേക്കും നല്ല ചൂടങ്ങോട്ട് ഇളകി തുടങ്ങി. അങ്ങനെ മഴയും അതിനോടൊപ്പം തന്നെ ചൂടൊക്കെയാണ് സംഭവം ഗായ്സ്. അപ്പോൾ നമ്മുടെ എഗ് പോളയുടെ ബാറ്ററൊക്കെ റെഡിയായി. അപ്പോൾ ഇതൊന്ന് പാനിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഫില്ലിങ്സൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുക്കുക. വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ ഞാനൊരു കാര്യം മറന്നു, ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണമായിരുന്നു. ഞാനത് പ്രസ് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ തുണിയൊക്കെ ഒന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം തുണിയൊക്കെ ഒന്ന് ഞാൻ നനച്ചതൊക്കെ ഒന്ന് വിരിച്ചിട്ടു. അതിനുശേഷം ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി. പിന്നെ വീണ്ടും താഴെ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട്. കുഴപ്പമില്ലാതെയൊക്കെ വന്നു, സെറ്റായി. അപ്പോൾ നോമ്പ് തുറക്കുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കി ഞാൻ കഴിച്ചത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റംസാണ്. വേറെ ഒന്നുമല്ല, കുറച്ച് ഫ്രൂട്ട്സും പിന്നെ അതിനോടൊപ്പം ഈ എഗ് പോളയാണ് ഞാൻ കഴിച്ചത്. പിന്നെ ഒരു ഗ്ലാസ് ആപ്പിൾ ജ്യൂസുമാണ് കുടിച്ചത്. നോമ്പ് തുറന്നിട്ട് ഒത്തിരി നമ്മൾ ഐറ്റംസ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ നോമ്പ് തുറന്നിട്ട് ഒത്തിരി ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോമ്പ് പിടിച്ചതിനേക്കാളും ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ അൽഹംദുലില്ലാഹ് ബാങ്ക് കേട്ടു. അങ്ങനെ നോമ്പ് തുറന്നു. ഇന്നത്തെ ദിവസം നോമ്പ് തുറന്നിട്ട് ഞാൻ കോഫിയാണ് കുടിച്ചത്. പിന്നെ ബ്ലാക്ക് കോഫി ആക്കിയിട്ട് രാത്രി ചപ്പാത്തിയും ചിക്കൻ പെപ്പറും ആയിട്ട് കഴിച്ചു. ഇത് നെക്സ്റ്റ് ഡേ ഈവനിങ് ആണ്. അപ്പോൾ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നോമ്പ് തുറക്കുള്ള സമയമായി വരികയാണ്. അപ്പോൾ നല്ല വാട്ടർമെലൺ ജ്യൂസും അതുപോലെ തന്നെ സ്നാക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോമ്പ് തുറന്നിട്ട് കഴിച്ചാൽ മാത്രം മതി. അങ്ങനെ ബാങ്ക് കേട്ട് എല്ലാവരും നോമ്പ് തുറന്നു, അൽഹംദുലില്ലാഹ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് ഹാപ്പി ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ ബിരിയാണിയും കൂടെ ഒക്കെ ഒന്ന് കഴിച്ച് വയറൊക്കെ ഒന്ന് വീർപ്പിച്ചു ഗായ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.